മനസ്സ് എന്നെ നശിപ്പിക്കുമോ അല്ലെങ്കിൽ ഞാൻ മനസ്സിനെ നശിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ഒരു സാധന വഴി നിൽക്കുവാൻ മനസ്സ് വേണ്ട എന്ന് തിരിച്ച് അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ്. സത്യം ബോധപ്പെടാതെ ജീവിക്കുന്നതിനെ ആണ് ഇവിടെ ഗുരുജി പറയുന്നത് നശിപ്പിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന ഉപകരണം ജനനം മുതൽ മരണം വരെ കൂടെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ മനസ്സിന്റെ ഒപ്പം കൂടെ സഞ്ചരിക്കാം. രണ്ട് ഓപ്ഷൻസ്. അപ്പോ രണ്ടും സാധിക്കുന്നതാണ്. ഒരു സാധകൻ ഇവ തമ്മിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിയുന്നതാണ്. മനസ്സിന്റെ കൂടെ സഞ്ചരിക്കുന്നതിൽ നിരീക്ഷകന്റെ കുറവ് അല്ലെങ്കിൽ ഇല്ലായ്മ മൂലം ആ സഞ്ചാരം അന്ധകാരത്തിലൂടെയാണ്. അതുകൊണ്ട് മനസ്സ് നിത്യത്തെ പറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ മനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ സമസ്യ എന്താണെന്ന് പറഞ്ഞാൽ, മനസ്സാണോ അല്ലെങ്കിൽ ഞാൻ, അതായത് അപ്പാരന്റായി ചിന്തകനുള്ള രീതിയില, അതാണോ അല്ലെങ്കിൽ മസ്തിഷ്കമാണോ ചിന്തിക്കുന്നത്. ഇപ്പൊ ഇവയെല്ലാം എന്താണ്? മനസ്സും അഹവും ഇതെല്ലാം അനാത്മാണ്. ആത്മ അല്ല, അനാത്മ അല്ലെങ്കിൽ അനിത്യം. നിത്യമായിട്ടുള്ളത് സത്യമാണ്. അപ്പോ ഈ മൈൻഡ് എങ്ങനെയാണ് നിത്യത്തെ, അതായത് ആത്മനെ ഗ്രഹിക്കാൻ പറ്റുന്നത്? നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ടോക്സ് മനസ്സിലാക്കി. ഓൺലി മൈൻഡ് ശൂന്യമാകുമ്പോഴാണ് സത്ത തന്നെ നമ്മളെ നമുക്ക് പ്രകാശപ്പെടുന്നതെന്ന്. അപ്പൊ ഈ മനസ്സ് ബുദ്ധി ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ അറിയാൻ പറ്റില്ല. അനാത്മ അല്ലെങ്കിൽ അനിത്യം ആയിട്ടുള്ള ഈ മനസ്സിന് നിത്യത്തെ അല്ലെങ്കിൽ ആത്മനെ ഗ്രഹിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിത്യത്തെ പറ്റി ഉത്തരം കിട്ടുമോ? അതാണ് ഗുരുജി ചോദിക്കുന്നത് അവിടെ. ഈ ഒരു അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ, അതായത് അന്ധകാരത്തിൽ മായയിൽ പെട്ട് നിൽക്കുമ്പോൾ, പിന്നെ നിത്യസത്യത്തിനെ അറിയാൻ ശ്രമിക്കാതെ വേറെ ഒരു പ്രശ്നത്തിൽ പോയി ചാടുകയും ചെയ്യും. അതായത് ഈ പറയുന്ന ഷഡ്വൈരികൾ അന്ധകാരത്തിലായതുകൊണ്ട് ഷഡ്വൈരികളുടെ ആ ഒരു തലത്തിൽ പോകുമ്പം പല കാര്യങ്ങൾ, കാമക്രോധം അതെല്ലാം വരുമ്പം അതിന്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് താരതമ്യം ചെയ്യും. അപ്പോ താരതമ്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന മനസ്സിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് ഗുരുജി. എന്താന്ന് പറഞ്ഞാൽ അവിടെ താരതമ്യം ഉള്ളതും ആത്മവിസ്മൃതി ഉള്ളതും കൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മനസ്സിനെ വളരെ കെയറായിട്ട് നമ്മളെ ഡീൽ ചെയ്തില്ലെങ്കിൽ ആ നിരീക്ഷകൻ അവിടെ ഉണ്ടാകാതെ വീണ്ടും ഒരു വഷളായ ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അങ്ങനെ ടോട്ടൽ ആ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ വരുമ്പോഴാണ് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ മേൽ പറഞ്ഞ ഈ കാര്യം, താരതമ്യവും ആത്മവിസ്മൃതിയും, ആ ഒരു അവസ്ഥ എന്താ സംഭവിക്കുന്നത്? അവിടെ വിവേക ബുദ്ധി തെളിയാത്ത കാരണം വിവേക ബുദ്ധി ബന്ധനസ്ഥനാണ്. അതുകൊണ്ട് അത് മനസ്സിനെ പോഷിപ്പിക്കാനോ ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ പോലെ നിൽക്കും. അപ്പോൾ ആ ഒരു നാരോ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാട് വരുമ്പോൾ വിവേകം പ്രകാശിക്കില്ല. എന്നാൽ ഞാനായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഐഡന്റിറ്റി ആ സത്തയിലായിരിക്കണം, ആ റിയൽ ഐ ആയിരിക്കണം. ഞാൻ ആ സത്ത ആയിരിക്കണം, ഞാൻ ആ റിയൽ ഐ ആയിരിക്കണം. പക്ഷെ അത് ആകാതെ സത്തയെ മറന്ന് മറ്റേതാകുക അല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സത്തയിൽ നിൽക്കാതെ ഭൗതിക തലത്തിൽ ചില നേട്ടത്തിനൊക്കെ നമുക്ക് പോകും. അപ്പൊ അതല്ല വേണ്ടത്. അത് ആകുമായിരിക്കും
ചിലപ്പോ അത് നടക്കും. നമുക്കിപ്പം ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഒന്നിൽ കയറണമെങ്കിൽ അതാവുമായിരിക്കും, അത് ആകുമായിരിക്കും. പിന്നെ അതിനുവേണ്ടി ആ ബന്ധനസ്ഥ മനസ്സും പ്രവർത്തിക്കും. അത് നേടിയാലും അവന് സ്വതന്ത്രനായിരിക്കത്തില്ല. യഥാർത്ഥത്തിലുള്ള ആ സ്വാതന്ത്ര്യം അവനുണ്ടാവില്ല. അത് ഞാനിനെ വരുള്ളൂ, ആ റിയൽ ഐനെ വരുള്ളൂ. ഇപ്പൊ നിൽക്കുന്ന ആ ബന്ധനസ്ഥനായ മനസ്സിന്റെ തലത്തിൽ നിന്ന് നേടിയെടുക്കുമായിരിക്കും. അപ്പൊ അവൻ നേടിയെടുത്താലും അവന് യഥാർത്ഥത്തിൽ ആ റിയൽ ഐന്റെ പോലെ സ്വതന്ത്രനല്ല. ചില പിന്നെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വന്നിട്ട് അവന് ആ സ്വതന്ത്രൻ ആയി മാറും. ഏത് വേണമെങ്കിലും ആകാം. ഡോക്ടർ ആകാം ഭൗതികതയിൽ, അല്ലെങ്കിൽ ക്രൈസ്റ്റിന്റെ പോലെ ആകാം ആത്മീയത ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ആ മനോതലത്തിൽ നിന്ന്. പക്ഷെ സത്തയെ മറന്നുകൊണ്ട് നടക്കുന്ന ശ്രമങ്ങൾ എല്ലാം ശ്രമകരമായിരിക്കും. അതല്ലാതാണെങ്കിൽ സ്വാഭാവികമായിട്ട് സത്തയിൽ നിൽക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. ഇന്നലെ പറഞ്ഞ പോലെ ഡിസൊല്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെ ആ ഉത്തരങ്ങളും അത് ഇല്ലാതെ ആകുന്ന ഒരു ഉത്തരം പോലെ വരികയും, പിന്നെ നമ്മുടെ ഈ നേടിയെടുക്കുന്ന ഏതെങ്കിലും കാര്യം നാച്ചുറലായിട്ട് പരിശ്രമരഹിതമായ ഒരു നാച്ചുറൽ വേയില് ഒരു ടെൻഷൻ ഒന്നും ഇല്ലാതെ അത് നേടിയെടുക്കാനും പറ്റും. അപ്പൊ ഈ സത്തയെ മറക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്നെ പോലെ ഞാനായാൽ പിന്നെ എന്നെ പോലെ ആരാകുമെന്ന്. അത് ഒരു കാര്യം ഗുരുജി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ നിന്നെ പോലെ ഞാൻ ആയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഡോക്ടറിന്റെ പോലെ ക്രൈസ്റ്റിന്റെ പോലെ ഒക്കെ ആകാതെ നമ്മളെ മനോതലത്തിൽ നിന്ന് അതായാലും എൻ്റെ ഒരു സെൽഫ് ഉണ്ടല്ലോ, എൻ്റെ ഒരു സെൽഫിനെ ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു സെൽഫ്, ആ സെൽഫ് സുപ്രീം സെൽഫ് എന്ന് പറയുന്നത് ചെറിയ സെൽഫ് അല്ല, അപ്പാരന്റ് ഐ അല്ല, ആ റിയൽ ഐ. ആ തലത്തിൽ വരുമ്പം അത് ശരിക്കും ഒരു ഗോഡ്ലിനെസ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ഗോഡ്ലിനെസ്സിനെ ആണ് നമ്മൾ അറിയുന്നത്. കാരണം ആ സത്തയെ അറിയുമ്പം ഹാർട്ടും ആക്ടിവേറ്റഡ് ആകും. അപ്പൊ ആ ഗോഡ്ലിനെസ് ആണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ആ എന്നെ പോലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ പോലെ ആരാകും? ആ ഒരു ചോദ്യം അതാണ്. നിന്നെ പോലെ ഞാൻ ആയാൽ, മാതൃകയായിട്ട് ഏതെങ്കിലും എടുത്തിട്ട് ആ റോൾ പോലെ മോഡൽ നമ്മൾ സാധിച്ചെടുക്കുമായിരിക്കും മനോതലത്തിൽ നിന്ന്. പക്ഷെ ആ റിയൽ ആയിട്ടുള്ള സത്തയെ അതുപോലെ ആരാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അതായില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് അത് അറിയുന്നത്? അപ്പൊ അതിന്റെ ഒരു അടുത്ത പാരഗ്രാഫിൽ അത് വരുന്നുണ്ട്, അവനവൻ തന്നെ അത് അറിയണം എന്നുള്ളത്. ഇപ്പൊ 3-ാമത്തെ പാരഗ്രാഫില് പറയുന്നത് സത്തയെ അറിയണം എന്ന് പറയുന്ന കാരണം പല ഗുരുക്കന്മാർ പറയും അത് അറിഞ്ഞിരിക്കണം എന്ന്. കാരണം അത് അറിയുവാൻ അവനവൻ തന്നെ കഴിയൂ, അവനവൻ തന്നെ അനുഭവിച്ചറിയണം. സ്വയം സത്തയെ അനുഭവിച്ചറിയണം. അപ്പൊ അത് അനുഭവിച്ച് അറിയണമെങ്കിൽ എന്തോ വേണം? അതിന് ആന്തരികവും ബാഹ്യമായ ആ നിശ്ചലത്വം വേണം. എന്തെന്നാൽ നിരീക്ഷകൻ ഉള്ളയിടത്ത് ശബ്ദമില്ല, ശബ്ദമുള്ളിടത്ത് നിരീക്ഷകൻ ഇല്ല. അപ്പോ ഈ ആദ്യത്തെ പാരയിൽ പറഞ്ഞ താരതമ്യം, ആത്മവിസ്മൃതി അങ്ങനെ മനോതലത്തിൽ കഴിയുന്നതും, പിന്നെ സെക്കൻഡ് പാരയിൽ പറഞ്ഞ കാര്യം, അതായത് സത്തയെ മറന്ന് പലതും ആകാൻ ശ്രമിക്കുന്നതും ഒക്കെ നടക്കുന്നത് സത്തയെ മറന്നുള്ള പ്രവൃത്തികൾ ആണ്. അതെല്ലാം പറഞ്ഞിരുന്നു. അതൊക്കെ അങ്ങനൊക്കെ നടക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവിടെ സത്തയില്ലാതാണ് അതെല്ലാം നടക്കുന്നതാണെങ്കിൽ
അവിടെ ചലനം ഉള്ള ഒരു കർമ്മി അഹത്തിന്റെ ആ പീക്കിലാണ് നിലനിൽക്കുന്നതെന്നാണ്. അപ്പോ ആ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് നിരീക്ഷണവും ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് സത്തയെ അറിയാതെ ചിന്തകന്റെ ലെവലിൽ പോയാൽ ഉണ്ടാവുന്ന ആ പിന്നെ പ്രതിസന്ധികൾ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഹരി ഓം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വൃത്തത്തിലെ ശൂന്യതയില് പറഞ്ഞ പോലെ നമ്മള് ഒരു തുടക്കത്തില് നമ്മൾ എപ്പോഴും മനസ്സിന്റെ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. കാലത്തെയാണ് നമ്മൾ ആ നിരീക്ഷണത്തിലൂടെ നമ്മുടെ മനസ്സിന്റെ പ്രഭാവത്തെ കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നിരീക്ഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനസ്സിന്റെ പ്രഭാവം കുറയും. അപ്പം അങ്ങനെ നിരീക്ഷിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് അവിടെയും കയറി വരും. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഒരു സാധകന് അവിടെ അവന്റെ മനമാണോ താരതമ്യം ചെയ്യുന്നത്, അതോ അവൻ ശരിക്കും എന്താണ് ഈ തെറ്റിദ്ധാരണകളാണോ, അതോ ഒരു ധ്യാനാത്മക മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഞാനാണോ ഈ നിരീക്ഷണം ചെയ്യുമ്പോൾ നിൽക്കുന്നത്, അവിടെ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റണം. കാരണം മനസ്സിന് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവിടെ താരതമ്യം വരും, ഇന്റർപ്രിട്ടേഷൻസ് വരും, ഇതെല്ലാം വരും. അപ്പൊ ശരിക്കും ആ നിരീക്ഷണം കറക്റ്റായിട്ടുള്ള നിരീക്ഷണമാണോ, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അല്ലെങ്കിൽ ആ ഇന്റർപ്രിട്ടേഷൻസിൽ കുടുങ്ങി നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ ആ ഒരു സാധകൻ മായയിലാണ് നിൽക്കുന്നത്. മായ എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. മനസ്സ് ഇന്റർപ്രറ്റ് ചെയ്ത കാര്യങ്ങള് ബുദ്ധി നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിലായിരിക്കും നിൽക്കുന്നത്. ആ അജ്ഞാനത്തിലായിരിക്കും ഒരു സാധകം നിൽക്കുന്നത്. യഥാർത്ഥ ഒരു അറിവ് അവിടെ ലഭിക്കില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മനസ്സിന്റെ പ്രഭാവം കൂടുമ്പോ എന്ത് പറ്റും? അവിടെ വിവേകം വർക്ക് ചെയ്യില്ല, വിവേകത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. കാരണം മനസ്സിന്റെ സാധകൻ മനസ്സിന്റെ ഭാവനയിൽ കുടുങ്ങിയാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും വിവേകത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും മനസ്സ് ചുരുങ്ങും. വിവേകം വർക്ക് ചെയ്യാതെ വരുമ്പോൾ മനസ്സ് ചുരുങ്ങും. മനസ്സ് ചുരുങ്ങുമ്പോൾ നമ്മുടെ യാത്ര ദിശ മാറും. സത്യത്തിലേക്ക് പോകേണ്ട ആ യാത്ര ആ സത്യത്തിൽ നിന്നും അകന്നായിരിക്കും സഞ്ചരിക്കുന്നത്. അവന്റെ ലക്ഷ്യത്തിൽ നിന്നും മാറിയായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ഊർജം കുറയും. സത്യത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ഊർജം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഊർജ ലെവൽ, മനസ്സിന്റെ തലങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്, ഉയരുകയാണ് ചെയ്യുന്നത്. സത്യത്തിനെതിരെ പോകുമ്പോൾ മനസ്സിന്റെ തലം വീണ്ടും താഴേക്ക് പോകും, ഊർജ ലെവല് താഴും. അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ എന്ത് പറ്റും? അവൻ ഭൗതികമായിട്ടുള്ള കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് അസ്വസ്ഥനാകും. അവന്റെ മനസ്സ് അസ്വസ്ഥമാകും. യഥാർത്ഥത്തില് നമ്മൾ സാധകര് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു നിരീക്ഷകൻ ഉണർന്നിരിക്കണം. എങ്കിൽ മാത്രമേ ആ യാത്ര, നമ്മുടെ യാത്ര ഉണ്ടല്ലോ, എന്നിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എത്രയൊക്കെ നമ്മൾ സാധന ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാലും ആ യാത്ര എന്തായിരിക്കും? അവിടെ പുറത്തോട്ടുള്ള യാത്രയായിരിക്കും. അവിടെ കമ്പാരിസണും ഇന്റർപ്രിട്ടേഷൻസും ഭാവനയും ഇതെല്ലാം ആയിരിക്കും ഒരു സാധകനെ നടത്തുന്നത്, മുന്നോട്ട് കൊണ്ടുപോകും. മുന്നോട്ടായിരിക്കില്ല അവൻ പോകുന്നത്. അവന് തോന്നും മുന്നോട്ടാണ് പോകുന്നതെന്ന്, പക്ഷെ അവൻ നേരെ എതിർ ദിശയിലേക്കാണ് പോകുന്നത്. മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ആ നിരീക്ഷകൻ ഉണർന്നിരിക്കണം. ഒന്നിലും ഒട്ടലില്ലാതെ ഒരു ധ്യാനാത്മക മനസ്സിന്റെ ഉടമയായിട്ടുള്ള നിരീക്ഷകൻ അവിടെ വേണം. അവിടെ വരെ നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു പ്രയത്നം കൊണ്ട് ആ ഒരു നിരീക്ഷകനെ ആവാൻ പറ്റും. ധ്യാനാത്മക മനസ്സായിട്ടുള്ള ആ ഒരു നിരീക്ഷകനെ മാത്രമേ നമുക്ക് അപ്പം ഉണർത്താൻ സാധിക്കൂ. പക്ഷെ പിന്നീട്
പറയുന്ന ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ശരിക്കും ഒരു സാധകൻ തന്റെ ലക്ഷ്യത്തെ മറക്കാൻ പാടില്ല എന്ന് പറയും. ലക്ഷ്യം എന്താണ്? അവന്റെ ഉന്മയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ലക്ഷ്യം. അതായി മാറുക എന്നുള്ളതാണ്. അപ്പം അവന്റെ കർമ്മം, അവന്റെ ചിന്തകൾ, അവന്റെ പ്രവൃത്തി എല്ലാം ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാകണം. ഇപ്പൊ ഒരു IAS കാരനാവണം എന്ന് ഒരാൾ ചിന്തിക്കുകയാണ്. അതിനു വേണ്ടി ആയിരിക്കും അവന്റെ പഠനം മുന്നോട്ട് പോകുന്നത്. +2 കഴിയുമ്പോഴത്തേക്ക് അവൻ ആ രീതിയിലുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യും. എന്നിട്ട് അവന്റെ ഓരോ ചിന്തകളും പ്രവൃത്തിയും എല്ലാം എന്തായിരിക്കും? ആ IAS എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ ലക്ഷ്യമാക്കിയായിരിക്കും. വേറെ ഒന്നിലേക്ക് അവൻ ഡൈവേർട്ട് ചെയ്യില്ല. അവന്റെ ഓരോ ഉറക്കത്തിലും ചിന്തയിലും എല്ലാം IAS നേടുക എന്നല്ലെങ്കിൽ അതിലേക്ക് പോകുക, അതാണ് ലക്ഷ്യം എന്നുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതേ രീതിയിലായിരിക്കണം നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും എല്ലാം ഉന്മയെ ലക്ഷ്യമാക്കി നമ്മുടെ സത്യയെ തിരിച്ചറിയണം, ഉന്മയെ തിരിച്ചറിയുക, അതായി മാറുക. അത് തന്നെ ആയിരിക്കണം നമ്മുടെ എപ്പോഴുള്ള ചിന്ത. അപ്പോൾ മാത്രമാണ് ആ ഒരു സാധകന് മനസ്സിനെ ശാന്തമാക്കി മനോതലങ്ങളെ ഉയർത്തി നിരീക്ഷകനെ ഉണർത്തി നമ്മുടെ ആ ബോധമണ്ഡലത്തെ വികസിപ്പിച്ച് ആ ബോധമായിട്ട് മാറാൻ കഴിയുള്ളൂ. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: ആർക്ക് ആരെയാണ് ആവശ്യം? മനസ്സിന് എന്നെയാണോ? എന്നെ മനസ്സിനാണോ? ഗുരുവിൻ്റെ ആ ചോദ്യം ശരിക്കും നമ്മളെ വളരെ ആഴങ്ങളിലേക്ക് തറയ്ക്കുന്ന ചോദ്യമാണ്. സ്വയം നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ഞാനായി നിലനിൽക്കുവാൻ എനിക്ക് മനസ്സിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന, മനസ്സില്ലാതെ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? മനസ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗുരു എപ്പോഴും പറയുന്ന കണക്ക് ലിവ് ഇൻ ദ പ്രസൻറ്റ്, ലിവ് ഇൻ ദ മൊമെൻ്റ് എന്ന് പറയുന്നത്. അതിന് അത്രയും വലിയൊരു തത്വം പറയുമ്പോൾ തന്നെ ലെറ്റ് us ബി മോർ സിംപ്ലിഫൈഡ്, ലെറ്റ് us കം ടു അവർ ഡേ ടു ഡേ ലൈഫ്. സപ്പോസ് നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് പോകുമ്പോഴാണ്, രാവിലെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കുഞ്ഞുമുണ്ട്. അപ്പം രാവിലെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പാലം കൊണ്ട് തട്ടി താഴെ വീഴുവാണ്. അപ്പോൾ ഉടുപ്പിലൊക്കെ ആയി. അപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് ഭയങ്കര ദേഷ്യപ്പെടുന്നു. അവസാനം എല്ലാം അവിടെ വെച്ചിട്ട് ഓഫീസിലെത്താൻ ലേറ്റ് ആവുന്നു. ഈ ടെമ്പർമെൻ്റ് എല്ലാം അവിടെ വെച്ചിട്ട് അവിടെ ലേറ്റായി. പിന്നെ അവിടുത്തെ കറക്റ്റായിട്ട് പഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇറിറ്റേഷൻ എല്ലാവരും വന്ന് അവസാനം വൈകുന്നേരം വീട്ടിൽ വരുന്നു. അവിടെ അവിടെ പിന്നെയും വഴക്കും ബഹളമാകുന്നു. ഫൈനലി ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ പലപ്പോഴും നമ്മൾ സിമ്പിൾ ലൈഫിൽ എടുത്തു വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുണ്ട്, നീ വീട്ടിലായിരിക്കുമ്പോൾ എന്താണോ നിൻ്റെ ധർമ്മം, നീ അത് വിവേകത്തോടെ പ്രവർത്തിക്കുക. ഓഫീസിലാകുമ്പോൾ ആ ധർമ്മം അതേ കണക്ക് അനുഷ്ഠിക്കുക. നീ ഒരു നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആ സമയത്ത് അത് എൻഗേജ് ചെയ്യുക പൂർണ്ണമായി. അപ്പം അങ്ങനെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ നിന്നാലും നമ്മൾ ചെയ്യുന്ന, കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു പ്രൊഫഷണൽ ഒരിക്കലും വീട്ടിൽ വന്ന് നമുക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ അച്ഛനും അമ്മയാണ് നമ്മൾ, നോട്ട് ദാറ്റ് പ്രൊഫഷണൽ ദെയർ. അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് എന്ത് പറ്റും, അവിടെ സ്പർദ്ധയുണ്ടാവും. അപ്പോൾ ലൈക്ക് ദാറ്റ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയാം. അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും. മനസ്സ് നമ്മളെ ഗവേൺ ചെയ്യല്ല.
വി ഷുഡ് ബി ഏബിൾ ടു കൺട്രോൾ ദ മൈൻഡ്. അതാണ് ഗുരുജി ഇവിടെ പറയുന്നത്. മനസ്സിനോടൊപ്പം മനസ്സ് കൂടെ സഞ്ചരിക്കുകയാണോ, മനസ്സിനോടൊപ്പം സഞ്ചരിക്കുകയാണോ? അപ്പം ശരിക്കും മനസ്സ് ശരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് ആവണം. അല്ലാതെ മനസ്സ് മൈൻഡ് ഷുഡ് ബി എപ്പോഴാണ്, ഇറ്റ് ഷുഡ് ബി എ സെർവൻറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് നെവർ മേക്ക് ഇറ്റ് എ മാസ്റ്റർ. അതിനെ നമ്മൾ മാസ്റ്റർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമേ ടോട്ടലി സ്പോയിൽഡ് ആയിപ്പോകും. അപ്പം എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് വെച്ചാൽ, ദാറ്റ് ഈസ് അവിടെയാണ് നമ്മൾ എന്താ പറയേണ്ടത്, നമുക്ക് വിവേകത്തോടെ. ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ട്, കാരണം ഇതെല്ലാം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെ നമ്മൾ നിരീക്ഷിക്കണമെന്ന് പറയുന്നത്. പക്ഷെ നിരീക്ഷിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്കിവിടെ ഉണ്ടാവുന്നുണ്ട്. നിരീക്ഷിക്കുന്നത് ആരാണ്? മനസ്സാണോ, മസ്തിഷ്കമാണോ, ഞാനാണോ? അപ്പം നിരീക്ഷിക്കാനായിട്ട് മനസ്സിനെ തന്നെ, ആ വികാരങ്ങളെ ഇതിനെയൊക്കെ തന്നെ നമ്മൾ വെച്ച് നിരീക്ഷിക്കാൻ നോക്കി എന്ത് പറ്റും? അട്ട ഫെയിലിയർ ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. പിന്നെ നമ്മൾ ബുദ്ധിയെ നമ്മൾ അവിടെ കൂട്ടുപിടിക്കുമ്പോൾ തന്നെ പലപ്പോഴും എന്താണ് അവിടെ പറ്റുന്നത്? നമ്മുടെ പല തോട്ട്സ് ഉണ്ടാവും, നമ്മുടെ കൺസെപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അപ്പം അത് ആ നിത്യതയെ പറ്റി നിങ്ങൾക്കൊരു കൺസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? അൺലെസ് ആൻഡ് അൺടിൽ യു ആർ ദാറ്റ്, യു റീച്ച് ദാറ്റ്, അവിടെയും ദാറ്റ് തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ്. പിന്നെ മൂന്നാമത്തത് ഞാനാണോ ഉപയോഗിക്കേണ്ടത്? അത് ഏറ്റവും ഡേഞ്ചറാണ്. അവിടെ അഹം കയറി വരികയാണ്. കാരണം അവിടെ നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്? കമ്പാരിസൺസ് ആയിരിക്കും, താരതമ്യം നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വിസ്മൃതി. സോ ദിസ് ഇസ് ദ ട്രൂത്ത്. നിത്യം എന്താ ആ സത്യം, നിത്യസത്യം ഇതാണ്. സങ്കല്പിക്കാൻ പറ്റാൻ പോലും കഴിയാത്തതിനെ നമ്മൾ സങ്കല്പിക്കുകയാണ്. അപ്പം ഏത് ലെവലിൽ നമ്മൾ അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ഈ പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടെ വിവേക ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഗുരുജി പിന്നെയും പറയുന്നത്. കാരണം അത് ബന്ധസ്ഥനാണ്. കാരണം നമ്മൾ വിവേകത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ പല കെട്ടുകളും, നമ്മുടെ അറ്റാച്ച്മെൻറ്റ്സ് ആവാം, നമ്മുടെ ഇൻക്ലിനേഷൻസ് ആവാം, പലതും അവിടെ ഒരു ലോക്കിംഗ് ഉണ്ട് അതിന്. കാരണം നമുക്ക് വിവേചിച്ച് വിവേകബുദ്ധിയോടെ നമുക്ക് ഇതിനെ പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല എന്ന് നമ്മൾ പല ഡിസ്കഷൻസിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ ഈ പൂട്ടുകളുടെ രീതികളെ മാറുന്നുള്ളൂ. അപ്പം അതിനെ അപ്പുറം നമ്മൾ പോകണം. അത് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? അപ്പം ഗുരുജി അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഗുരുജിയുടെ ആ ഫ്രേസ് അത് ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അതെങ്ങനെ നമ്മൾ കൺസീവ് ചെയ്യുമെന്ന് എനിക്ക് അത് മനസ്സിലാകും. നിന്നെ പോലെ ഞാനായാൽ എന്നെ പോലെ ആരാകും. ദാറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയാൻ കാരണം അത് ഗുരുജി പറയുന്നത് നെവർ എവർ കമ്പയർ. അതാണ് നമ്മൾ ആ സ്പിരിച്വാലിറ്റിയുടെ ആ ബ്യൂട്ടി പറയുന്നത്. നമ്മൾ ഗുരുജി എപ്പോഴും നമ്മൾ ഈ ഇതിൽ തന്നെ പറയുമല്ലോ, നമ്മൾ സാധകരെല്ലാം റിപ്പീറ്റഡ്ലി നമ്മൾ ഇതിൽ വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പം കമ്പാരിസൺ വരും. ഇവൻ കൂടുതൽ അറിവുള്ളവൻ, ഇവൻ കുറച്ച് അറിവുള്ളവൻ, ഇയാൾ ഗുരുവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളവൻ, അല്ലെങ്കിൽ ഒരാൾ ഇത്രയും നാൾ ഗുരുവുമായിട്ട് ബന്ധമുള്ളവൻ, ഇത്രയും നാൾ ഗുരുവുമായിട്ട് ജീവിച്ചിട്ടുള്ളത്, പല കമ്പാരിസൺ. ഇതെല്ലാം വരുന്നത്
എല്ലാം മൈൻഡ് ലെവലിലാണ്. ഈച്ച് വൺ ഓഫ് us is unique in ourselves. ഇത് ആധ്യാത്മികതയിൽ മാത്രമല്ല, സ്പിരിച്വാലിറ്റിയിൽ മാത്രമല്ല, ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് എവ്രി വൺ ഇസ് യുണീക്ക് ഇൻ ഹിംസെൽഫ്. അതാണ് നമ്മൾ പറയുന്നത്. സി, ആ വൺസ് യു ആർ ഇൻ യൂണിസം വിത്ത് ദാറ്റ്, നീ ജീവിതത്തിലെ ഏത് ചര്യയിൽ നീ പ്രവർത്തിച്ചാലും അവിടെ ബ്യൂട്ടി ഉണ്ടാവും. നിൻ്റെ ചുറ്റും നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആ ചൈതന്യത്തിൻ്റെ സ്ഫുരണങ്ങളുണ്ടാവും. അവിടെ എല്ലാവരും അട്രാക്റ്റഡ് ആയിട്ട് വരും. കാരണം യു ആർ സോ യുണീക്ക്. ഈശ്വരൻ്റെ ഓരോ ക്രിയേഷനും ആ യുണീക്നെസ് ഉണ്ട്. നമ്മൾ തന്നെയായാലും ഓരോ സാധകരായാലും ഗുരുജി നമ്മളെ കാണിക്കുന്ന ഓരോ യുണീക്ക് ബ്യൂട്ടിഫുൾ ഫിഗേഴ്സായിട്ടാണ്. നമുക്ക് എന്താണ് നമ്മുടെ കഴിവുകളെന്നും നമ്മളെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നും ആ സത്യത്തിനറിയാം. ആ തിരിച്ചറിവ് നമ്മൾക്കും തരാനാണ്, നമ്മളെ ആ തിരിച്ചറിവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും ആഴങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആഴങ്ങളാണ്. പിന്നെ നമ്മളത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു, മനനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഈ യാത്രയുടെ ഭാഗമാണ്. സത്തെ അറിയണം. എന്തുകൊണ്ടാണ് അതിനെ അറിയണമെന്ന് പറയാൻ കാരണം? സത്തെ അറിയാൻ അവനവന് മാത്രമേ കഴിയുകയുള്ളൂ. കുറിച്ച് ഇന്നലത്തെ ഇതിലും പറയുന്നുണ്ട്. നിന്നിലെ അഹത്തെ നമുക്ക് ഒരിക്കലും അറിയാനില്ല, തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല. ഗുരു അത് കാണിച്ചു തരും. ഇതാണ് നിൻ്റെ അഹം. ഈ അഹത്തെ കണ്ടറിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കേണ്ടത് നീയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. അത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം നിൻ്റെ ബ്യൂട്ടി നിന്നിൽ തന്നെ നീ കണ്ടെത്തേണ്ടതാണ്. അത് അവനവന് മാത്രമേ അത് കണ്ടെത്തുവാൻ കഴിയുള്ളൂ. കാരണം ആ ബ്യൂട്ടിയെ ഒരാൾക്ക് നമ്മളോട് പറഞ്ഞു തരാൻ കഴിയില്ല. അതാണ് പലരും നിശബ്ദതയിലേക്ക് പോകുന്നത്, ആ മൗനത്തിലേക്ക് പോകുന്നത്. മനസ്സാൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഭാഷയ്ക്ക് എല്ലാത്തിൻ്റെയും കർത്താവായ, എല്ലാത്തിൻ്റെ കർത്തൃത്വത്തിന് ആധാരമായിരിക്കുന്നതിനെ എവിടെ നിന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിയും? ഒരിക്കലും സാധിക്കില്ല. അപ്പം ആ നിശബ്ദത എവിടെയാണോ ഉള്ളത് അവിടെ സത്ത എന്നും ജ്വലിച്ചു നിൽക്കും. സത്തെ മറന്നു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. നീ അഹത്തിൻ്റെ കൊടുമുഴിയിൽ നീണാൽ വാഴുകയാണ്. അത് തന്നെയാണ് നിൻ്റെ ദുർഗതി. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് മനസ്സ് നമുക്ക് നല്ലൊരു ആയിട്ട് വേണം. അല്ലാതെ മനസ്സ് നമ്മളെ ഒരു ഉപാധിയാക്കാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഗുരുവചനങ്ങളെ നമ്മൾ നിത്യവും പാരായണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ ആ സത്യത്തെ നമുക്ക് തിരിച്ചറിഞ്ഞ് ആ സത്യയിലേക്ക് നമുക്ക് ഏവർക്കും ചെന്നു ചേരുവാൻ കഴിയും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗിരിധരൻ സാറോ ഗായത്രി ടീച്ചറോ ആരാന്ന് വെച്ചാൽ ഗായത്രി ടീച്ചറോ ഗിരിധരൻ സാറോ ആരെങ്കിലും പറഞ്ഞു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മനസ്സുകൊണ്ട് നമ്മള് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തകൾ വരുന്നത് മനസ്സിൽ നിന്നാണ്. മനസ്സുകൊണ്ട് നമ്മൾ ഒരു ചുറ്റുപാട് നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലോട്ടായിരിക്കും നമ്മൾ കടന്നു ചെല്ലുക.
അപ്പോൾ അവിടെയും തിരിച്ച് മനസ്സുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കും. അതേസമയം നമ്മൾ ആ സ്റ്റിൽനെസ്സിൽ നിന്നുകൊണ്ട് ആ ഒരു പെരിഫറിയിൽ അല്ലെങ്കിൽ ആ ഒരു സുപ്രീം കോൺഷ്യസ്നെസ് അവസ്ഥയിൽ നിന്നുകൊണ്ട്, ആ നിശ്ചലതയിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യവഹരിക്കുന്നെങ്കിൽ നമ്മൾ ആ എടുക്കേണ്ട കറക്റ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾക്ക് അവിടെ നിന്ന് ലഭ്യമാവും. അപ്പൊ നമ്മുടെ നിത്യേനയുള്ള വ്യവഹാരങ്ങളിൽ നമ്മൾ ആ ഒരു ശൂന്യതയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൊടുക്കുക, വിടുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മളുടെ വ്യവഹാരങ്ങൾ. ഒരു ഉദാഹരണത്തിന് നമ്മൾ ധ്യാനം ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം നമ്മൾക്ക് പിന്നെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമോ? അത് ഇല്ല. അപ്പൊ കാരണം അത് ആ സുപ്രീം കോൺഷ്യസ്നെസ്സിൽ നിന്ന് വരുന്നതാണ്, അവിടെ തന്നെ ഡിസ്പേഴ്സ്ഡ് ആയിപ്പോയി. പിന്നെ നമ്മൾ മൈൻഡ് ലെവലിലോട്ട് വരുമ്പോ വി ഫോർഗെറ്റ് ദാറ്റ്. അപ്പൊ ആ നിത്യതയിൽ നിന്നുള്ള നമ്മുടെ വ്യവഹാരങ്ങൾ, നമ്മുടെ നിത്യേനയുള്ള വ്യവഹാരങ്ങൾ അവിടെ വന്നാല് നമ്മൾ ഗുരുജി ഓരോ വാക്കുകളും എഴുതി വിടുന്നത് പോലെ ആയിരിക്കും നമ്മളുടെ ഓരോ പ്രവർത്തനവും. പിന്നെ നമ്മൾക്ക് അതില് ഒരു ഡൂവർഷിപ്പ് ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരുമ്പോ അവിടെ ഒന്നും റീകളക്ട് ചെയ്യില്ല. നമ്മള് വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാ മഹാന്മാര് കണ്ടുപിടിക്കുന്ന സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻസ്, ഇവരെല്ലാം ആ ശൂന്യതയിൽ നിന്ന് ഒരു സ്പാർക്ക് ഓഫ് എ സെക്കൻഡില് തോട്ട്ലെസ് സ്റ്റേറ്റിലാണ് അവരെല്ലാം കണ്ടുപിടിച്ചത്. അതിന്റെ അർത്ഥം നമുക്ക് ഒരു ചിന്തകളുടെയോ മനസ്സിന്റെയോ ഒരു പ്രവർത്തനം കൊണ്ടല്ല ഐൻസ്റ്റീൻ ആയാലും ഐസക് ന്യൂട്ടൺ ആയാലും എല്ലാം ആ ഒരു ശൂന്യതയിൽ നിന്ന് ആ ഒരു സ്പാർക്കിൽ വരുന്നതായിരിക്കും. ചിന്തിച്ചിട്ടുണ്ടാവാം മുമ്പേ, പക്ഷെ ശൂന്യതയിൽ നിന്ന് ആ സൂപ്പർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്റ്റഡ് ആവുമ്പോഴാണ് അവരുടെ ആ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവുന്നത്. പിന്നെ ഗുരുജി പറഞ്ഞ നിന്നെ പോലെ ഞാനായാൽ എന്നെ പോലെ ആരാകും എന്നുള്ളത് എനിക്ക് തോന്നുന്നു സത്തയുടെ ഭാഷയാണതെന്ന് തോന്നുന്നു. അതായത് ബീയിങ്ങിന്റെ ഭാഷ. ബീയിങ് എന്നോട് ചോദിക്കുന്നത് പോലെ ആയി, അതായത് ഗായത്രിയെ പോലെ ഞാനായാൽ എന്നെ പോലെ ആരാകും എന്നുള്ളത്. അപ്പോൾ ഗായത്രി എന്നുള്ള ഐഡന്റിഫിക്കേഷൻ ആ ഈഗോയുടെ ഐഡന്റിഫിക്കേഷൻ ആണ്. സത്തയായി തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു അത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ സത്തയെ പോലെ ആരാകും എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. സത്തയായി തന്നെ നിലനിൽക്കുന്നു. അത് ആ ഒരു അനുഭവ തലത്തില് നിന്ന് നിശബ്ദമായൊരവസ്ഥയില് മൗനിയായിട്ട് നിൽക്കുന്ന ആ പൂർണ്ണമായിട്ടുള്ള സൈലൻസില് വരുന്ന അവസ്ഥയായിരിക്കാം. ഹരിയോ ഗിരിധൻ സാർ. ഹരി ഓം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയില് പ്രധാനമായിട്ടും 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത പലതവണ വായിച്ചു. ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി കുറെ സമയം മനനം ചെയ്തു. അപ്പൊ ഞാൻ ആ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും അതിന് എന്റെ ഉള്ളിൽ വന്ന മറുപടി മാത്രം ഇവിടെ ചുരുക്കി പറയാം. അത് ചിലപ്പം ആ ഉത്തരങ്ങൾ തെറ്റായിരിക്കാം. ഞാൻ തുടങ്ങാണ്. ആദ്യത്തെ ചോദ്യം, മനസ്സ് എന്നെ നശിപ്പിക്കുകയാണോ മനസ്സിനെ ഞാൻ നശിപ്പിക്കുകയാണോ? എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് വന്ന ഉത്തരം, മനസ്സും ഞാനും പരസ്പരം നശിപ്പിക്കുന്നു എന്നതാണ്. അതായത് മനസ്സ് അഹം ബുദ്ധി കൊണ്ട് നമ്മളെ വഴിതെറ്റിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കാതെ, ആ സാധനം ചെയ്യാതെ, ആ മനസ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതെ നമ്മൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, ജന്മം എടുത്തത് മുതൽ ജന്മം ഒടുങ്ങും വരെ മനസ്സ് കൂടെ സഞ്ചരിക്കുകയാണോ അതോ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുകയാണോ? ഇതിന് ഉത്തരം ലഭിച്ചത്, ഗുരുജിയെ കണ്ടുമുട്ടുന്നത് വരെ മനസ്സിനോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഗുരുജിയിൽ നിന്നാണ് മനസ്സിനെ നിരീക്ഷിക്കണം എന്ന അറിവ് ലഭിച്ചത്. ഇപ്പോൾ മനസ്സിനെ നിരീക്ഷിക്കാൻ പരിശ്രമിക്കുന്നു, പക്ഷെ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. ഇനി മൂന്നാമത്തത്, ചിന്തിക്കുന്നത് മനസ്സാണോ മസ്തിഷ്കമാണോ അതോ ഞാനാണോ? മനസ്സ് എന്നെ അടിമയാക്കി
മസ്തിഷ്കത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് പലതും ചിന്തിച്ചു കൂട്ടുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ, അനിത്യത്തിന് നിത്യത്തെ പറ്റി ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇല്ല. കാരണം നിത്യം ഉത്തരങ്ങൾക്ക് അതീതമാണ്. എങ്കിലും അനിത്യമായ മനസ്സിനെ ഗുരുജി നിർദ്ദേശിക്കുന്ന സാധന കൊണ്ട് ധ്യാനാത്മക മനസ്സാക്കി മാറ്റിയാൽ ഉയർന്ന അവബോധത്തിൽ എത്തുന്നു. അപ്പോൾ ഗുരുകൃപയാൽ സാധകൻ അറിയാതെ തന്നെ ആ നിത്യമായ സത്തയുമായി ബോധലയനം സംഭവിക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ സാധകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ നിത്യത്തെ പറ്റി ഉത്തരം കിട്ടില്ല, പക്ഷെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി ഫൈനൽ അവസാനത്തെ ക്വസ്റ്റ്യൻ, നിന്നെ പോലെ ഞാനായാൽ എന്നെ പോലെ ആരാകും? സത്തയാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം, അഹംബുദ്ധി നിലനിർത്തിയാൽ അവിടെ നിരീക്ഷകൻ പിന്മാറും. നിരീക്ഷകൻ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുമ്പോഴാണ് അവസാനം ആ ബോധലയനം സംഭവിക്കുന്നത്. അപ്പൊ അഹംബുദ്ധി നിലനിർത്തിയാൽ അവിടെ നിരീക്ഷകൻ ഇല്ലാതാകും, അല്ലെങ്കിൽ നിരീക്ഷകൻ പിന്മാറും. നിരീക്ഷകൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല, പിന്മാറും അവിടുന്ന്. ഈ ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഇത് ചിലപ്പോ ഇതെല്ലാം ശരിയായിരിക്കണമെന്നില്ല. അത് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇവിടെ നമുക്ക് ഈ ഇന്നത്തെ ശൂന്യത വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച് വൺ ഫോം ടു അനദർ എന്നുള്ള ആ ഒരു വേർഡിങ്സിലാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം മനസ്സിനെ നിരാകരിക്കാനാവില്ല, നശിപ്പിക്കാനാവില്ല, സൃഷ്ടിക്കാനാവില്ല, നിയന്ത്രിക്കാനാവില്ല. അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പല പല കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം, നിരാകരിക്കാൻ സാധിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഒരു വടംവലി പോലെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം മനസ്സിനെ എന്താക്കി മാറ്റാം, അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. എന്ന് വെച്ചാൽ ധ്യാനാത്മകമായ മനസ്സിലോട്ട് മാറ്റാം. അപ്പൊ എന്ത് പറ്റി, അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. ഇനി ആ ധ്യാനാത്മക മനസ്സിൽ നിന്നും എന്താണ്, നമ്മൾ അൺകണ്ടീഷണൽ മൈൻഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും പോകണം. അൺകണ്ടീഷണൽ മൈൻഡിലാണ് നമ്മൾക്ക് കൂടുതൽ നിലകൊള്ളാൻ സാധിക്കുന്നത്. ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ള മൈൻഡിലാണ് നിരീക്ഷണം നമുക്ക് ശക്തമായി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു പറയുന്ന ഒരാൾ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എഞ്ചിനീയർ ആകാൻ പോകുന്നു, ക്രൈസ്റ്റ് ആവണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ ആ മൈൻഡിൽ ആ ലക്ഷ്യബോധം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരാള് ആ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ ഉള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതാണ് ഒരു സെമിറ്റിക് കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്, സെമിറ്റിക് മതങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് അതിന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെയാണ് സനാതന ധർമ്മത്തിന്റെ പ്രാധാന്യം വരുന്നത്. കാരണം ഇവിടെ ഇതിനപ്പുറമുണ്ട്. ഇപ്പൊ ഗുരുജി നമ്മളോട് പറയുന്നത് എന്താണ്, നിങ്ങള് ഈ വൃത്തത്തിലെ ശൂന്യത വായിച്ചിട്ട് ഇതിന്റെ അടുത്ത എക്സ്റ്റൻഷനിലേക്ക് പോകണം, നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. അപ്പൊ ഇവിടെ നിൽക്കരുത്, ഇതിൽ തന്നെ തങ്ങി നിൽക്കരുതെന്നാണ് ഗുരുജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് പോകണം. അപ്പൊ അതാണ് സത്തയുടെ പ്രത്യേകത. സത്തയെ അറിയണമെങ്കിൽ നമ്മൾ ആന്തരിക യാത്ര നടത്തണം എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യബോധമാണ് നമ്മൾ വരുന്നത്. അപ്പോഴാണ് ഇവിടെ ആ കമ്പാരിറ്റീവ് സ്റ്റഡി ഒരിക്കലും നടത്തരുതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടത് നടത്തരുത് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ, ഒരിക്കലും സാമിനിയമ്മയുടെ മൈൻഡ് അല്ല എൻ്റെ മൈൻഡ്. അപ്പൊ അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്ന ആ മനസ്സിനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആ സത്യം അറിയാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ഒരേപോലെ അറിയത്തില്ല. അപ്പോഴാണ് ഗുരുജി എനിക്ക് ആദ്യമായിട്ട് എഴുതി തന്ന അവധൂ ചിന്ത ഇവിടെ പ്രസക്തമായി വരുന്നത്. നിന്നെ പോലെ ഞാനായാൽ എന്നെ പോലെ ആരാകും. ഇതൊരു അവധൂ ചിന്തയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ കോപ്പി ആകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആരും കാർബൺ കോപ്പി ആകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം ഓരോരോ മൈൻഡിനും
അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മനസ്സ്, ബുദ്ധി, ചിത്തം ഇങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ച് ബോധത്തെ അറിയാതെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ നിരീക്ഷണം എപ്പോഴാണോ ഉണ്ടാവുന്നത്, നിരീക്ഷണമാണ് ബോധത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ നിരീക്ഷകനെയാണ് ശരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മള് ഞാനതല്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം നമ്മളെ ആ നിരീക്ഷകൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഞാൻ ബോധമാകുന്നു. പിന്നെ അതിനപ്പുറത്തോട്ട് ഒരു ഇതില്ല, ഞാൻ ബോധമായി ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും കാർബൺ കോപ്പി ആകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നീ നിന്റെ വഴി നീ തന്നെ തെളിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിനക്ക് തലതൊട്ടപ്പനോ നിനക്ക് പിൻഗാമികളോ ഇല്ല. നീ നിന്റെ വഴി സ്വയം തെളിച്ച് പോകണം എന്നുള്ള ആ ഒരു ഇതാണ് ആ അബോധചിന്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എടുത്തിടുന്ന ഒരു ചിന്തയാണ്, നിന്നെ പോലെ ഞാനായ എന്നെ പോലെ ആരാകും. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചിന്തയാണ്. അപ്പൊ ഇതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനോട് എൻഡ് ചെയ്യാം. നമ്മള് ഗുരുവിനെ അറിയുന്നത് ഏത് ഘടകം ഉപയോഗിച്ചാണ്? ഇപ്പൊ നമ്മള് സാധകരായിട്ടല്ല ജനിച്ചതും, അല്ലെങ്കിൽ സാധകർ പിന്നീട് സാധന ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സാധകൻ എന്ന് പറയുന്നൊരു കൊട്ടേഷൻ മാർക്സ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുന്ന ഗുരുവിനെ ഞാൻ എങ്ങനെ അറിഞ്ഞു? മനസ്സുകൊണ്ട് അറിഞ്ഞാന്നോ? അത് എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെനിക്ക് ആൻസർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരിയോ. ഓപ്പൺ ഫോർ ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു അതൊരു ബ്ലെസ്സിങ് ആണ്. നന്ദൻജി ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു അതിശയമായിട്ട് എനിക്ക് ആദ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വേറെ എല്ലാത്തിലും മനസ്സുകൊണ്ട് വ്യാപരിക്കുന്ന ഒരാള് ഗുരു പറയുന്ന വാക്യങ്ങളിൽ അവിടെ സ്റ്റോപ്പ് ആവുന്ന എന്തുകൊണ്ട്? ഗുരുകൃപ മാത്രമാണത്. കാരണം നമ്മൾ ആ കോൺഷ്യസ്നെസ് അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഗുരുജി എന്ത് പറഞ്ഞാലും കംപ്ലീറ്റ് അപ്പൊ തന്നെ നമ്മള് സ്റ്റോപ്പ് ആയിട്ട് അനുസരിക്കുന്ന എന്തുകൊണ്ട്? Something beyond that is happening through him on us. सामने में गिरिधर सर. ഹരിയോം. ഗുരുജിയെ എങ്ങനെ കാണുന്നു? അത് മനസ്സുകൊണ്ട് കാണുന്നു എന്നാണ് അല്ലേ നന്ദൻജി പറഞ്ഞത്? അങ്ങനെയാണോ? മനസ്സുകൊണ്ടാണോ? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ, നമ്മള് ഏത് ഘടകമായിരിക്കും ഉപയോഗിച്ചത്? ഇപ്പൊ ഗുരു എന്ന് പറയുന്നപ്പോ നമ്മൾ ആദ്യം, ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് പറഞ്ഞ ഞാനൊരു ക്ഷേത്ര സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയായിട്ടായിരുന്നു ഗുരുജിയെ കണ്ടുമുട്ടിയത്. അപ്പോൾ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ, ഇത് നിന്റെ മാസ്റ്റർ ആണ്, നിന്നെ ഉദ്ധരിക്കാൻ വന്ന അങ്ങനെ ഒരു അശരീരി പോലെ എനിക്ക് എന്റെ ചെവിയിൽ ആരോ മന്ത്രിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പക്ഷെ നമ്മള് ഇത് എന്റെ ബോധസ്വരൂപനായി വന്നിരിക്കുന്ന ഗുരുവാണെന്നുള്ളത് നമ്മൾ ഏത് ഘടകം ഉപയോഗിച്ചാണ് മനസ്സിലാക്കിയെന്നുള്ളതാണ് എനിക്ക്. കാരണം വെച്ചാല് നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിൽ എപ്പോ വേണേലും നിരാകരിക്കാമല്ലോ. അപ്പൊ ഏത് ഘടകമാണ് ആ ബോധസ്വരൂപം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്ഫുരിച്ചാണോ നമ്മൾ മനസ്സിലാക്കിയെടുത്തെന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി. അതെ, എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും നന്ദൻ പറയുന്നത്, ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് നമ്മുടെ സമർപ്പണം എത്ര മാത്രമുണ്ടോ ആ രീതിയിലായിരിക്കും ആ ഗുരുവിൽ നിന്നുള്ള അറിവ് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അതിപ്പോ ഏത് ഘടകമാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരമില്ല. കാരണം ഗുരുവിന്റെ ആ ബ്ലെസ്സിങ്ങിനെ അതിനെ കുറിച്ചൊന്നും നമുക്ക് ഉത്തരം പറയാൻ നമ്മൾ അർഹതയില്ല, നമ്മൾക്ക് അതിനുള്ള അറിവുമില്ല. അപ്പൊ ഗുരുജിക്ക് മുമ്പിൽ നമ്മൾ പൂർണ്ണ സമർപ്പണം നടത്തി ആ ഗുരുവിനുള്ള ഭക്തി നിലനിർത്തി അങ്ങനെ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ കഴിയും. ഹരിയോ.
എനിക്ക് തോന്നുന്നു ഇത് നിലനിർത്താനും കഴിയില്ല എന്നുള്ളതാണ്. ഇത് അങ്ങനെ അങ്ങ് വി ഫോൾ ഇൻ ഇറ്റ് എന്നുള്ളതാണ്. ഹി മേക്സ് us fall on him എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഫുള്ളായിട്ട് മൈൻഡിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ ഗുരുവിന്റെ അവിടെ ഹി മേക്സ് us fall on that trench. അത് നിലനിർത്തുന്നതും ഒന്നുമല്ല. ഇറ്റ് ഈസ് എ പ്യുവർ ബ്ലെസ്സിങ് upon him. ഗിരിധരൻ സാറ് നമുക്ക് 5 ക്വസ്റ്റ്യനായിട്ട് സാർ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ അങ്ങ് പറഞ്ഞത് മനസ്സ് എന്നെ നശിപ്പിക്കുകയാണോ, എന്നെ മനസ്സ് നശിപ്പിക്കുകയാണോ, അത് കിട്ടി. സെക്കൻഡ് ആസ്പെക്റ്റ് അങ്ങ് പറഞ്ഞത് സഞ്ചരിക്കുന്നത്, ആരോടൊപ്പം സഞ്ചരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ ചിന്തിക്കുന്നത് മനസ്സാണോ മസ്തിഷ്കമാണോ അതോ ഞാനാണോ? അതെങ്ങനെയാണ് സാർ ഡിഫറൻഷിയേറ്റ് ചെയ്തത്? അത് മസ്തിഷ്കത്തിന് സ്വന്തമായിട്ട് അത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ മനസ്സാണ് ചിന്തിക്കുന്നത്. അപ്പൊ മനസ്സ് എന്ന് പറയുമ്പോ എന്നെ അടിമയാക്കി, അതായത് നമ്മൾ മനസ്സിന് കീഴടങ്ങിയിട്ട്, അതായത് നേരത്തെ പറഞ്ഞ പോലെ, അതായത് മനസ്സിനോടൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ മനസ്സ് തീരുമാനിക്കുകയാണ് ചിന്തിക്കണം എന്ന്. അപ്പൊ നമ്മളൊരു അടിമയായി നിൽക്കുന്നു. അപ്പൊ അതിന് ചിന്തിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് ഈ മസ്തിഷ്കത്തിൽ നിന്നാണ്. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നമ്മള് ഊർജം നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ മനസ്സിന്റെ അടിമയാകുമ്പോൾ മനസ്സിലാണല്ലോ കൂടുതൽ മുൻതൂക്കം വരുന്നത്. അപ്പൊ മനസ്സ് എന്നെ അടിമയാക്കി മസ്തിഷ്കത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് പലതും ചിന്തിച്ചു കൂട്ടുന്നു എന്നാണ് അത്. പിന്നെ അപ്പൊ ഞാനോ? അത് ഞാൻ എന്ന് പറയുന്നത് ഇവിടെ അപ്പാരന്റ് ആണല്ലോ. അതായത് എന്നെ അടിമയാക്കിയല്ലോ മനസ്സ്. മനസ്സിന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിന്റെ അടിമയാണ് നമ്മൾ. മനസ്സ് നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സ് നമ്മുടെ കീഴെ വരുന്നത്. അതുവരെ മനസ്സിന്റെ എന്താ പറയാ, മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനില് മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന്റെ കീഴ്പ്പെട്ട് നിൽക്കുക. അതായത് മനസ്സിന്റെ ചിന്തകൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പം ആക്ച്വലി ഇത് തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സെൽഫ്. അപ്പാരന്റ് ഐയുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന മൈൻഡ് ആയാലും ഇന്റലക്റ്റ് ആയാലും അഹംബുദ്ധി ആയാലും. അപ്പം ഇത് ദീസ് are the anthakarnams, these instruments we used to അല്ലേ എന്താണ് എന്നെ അറിയാനായിട്ട് അല്ലേ? അങ്ങനെയല്ലേ ചോദ്യം? അങ്ങനെയല്ലായിരുന്നു? വാട്ട് വി യൂസ് അല്ല, എന്നെ അറിയാനല്ല. ഇതെന്ന് പറയുന്നത് ചിന്തിക്കുന്നത് മനസ്സാണോ മസ്തിഷ്കമാണോ അതോ ഞാനാണോ എന്നുള്ളത്. മൂന്നും ഘടകങ്ങളും ഇറ്റ് ഈസ് വരുന്നു. പക്ഷെ ഇൻ എഫക്ട് ഇതിൽ മൂന്നിലും മനസ്സുണ്ട്. That is what you are trying to say. മനസ്സാണ് പ്രോമിനന്റ് ആയിട്ട് അതിനകത്ത് നിൽക്കുന്നത്. That's why you are പരതയുടെ കൂടെ നിൽക്കുമ്പോഴ്, ഭൗതികതയെ കുറിച്ച് ചിന്തിക്കുമ്പോഴ്, അതായത് നമ്മൾ ആത്മവിചാരം ചെയ്യുമ്പോഴല്ല, ഭൗതികതയിൽ നിൽക്കുമ്പോൾ മനസ്സാണ് പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. രണ്ടിലായാലും ഇതുണ്ട്, രണ്ടിലായാലും ഇതുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ വിവേകബുദ്ധി ഉണരുമ്പോൾ, അതായത് വിവേകബുദ്ധി ഉയരുമ്പോൾ, നമ്മളെ മനസ്സ് ധ്യാനാത്മകമാകുമ്പോൾ ഇത് മാറും. മനസ്സല്ലല്ലോ അന്നേരം ചിന്തിക്കുന്നത്, മനസ്സിലെ ചിന്ത. അപ്പം ഒരിക്കലും അവിടെ ആ വിറ്റ്നസർ പൂർണ്ണമായിട്ട് ഉണർന്നിട്ടില്ല എന്നല്ലേ പറയുന്നത്? അതെ, അവിടെ വിറ്റ്നസർ, അതായത് ചിന്തിക്കുന്ന സമയത്ത് വിറ്റ്നസർ ഇല്ല. ചിന്തകളെല്ലാം ഒടുങ്ങുമ്പോഴാണല്ലോ വിറ്റ്നസർ അവിടെ ഉയരുന്നത്. അപ്പോൾ ഇതാ ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പറഞ്ഞോന്നാ ഞാനിവിടെ അതിനെ മനസ്സിലാക്കി എടുത്തതെന്ന് വെച്ചാൽ, മനസ്സിന് എന്തായിട്ട് ചേരാനുള്ള ഒരു സവിശേഷത ഉണ്ടെന്നാണ്. മനസ്സ് ബുദ്ധിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും, ചിത്തവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും,
അഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും, ഈവൻ നിരീക്ഷകനുമായിട്ട് വേണേലും ചേർന്ന് പ്രവർത്തിക്കും. അപ്പോൾ നിരീക്ഷണം നമ്മളിൽ നടക്കാതെ വരുന്നത് മനസ്സ് അതിനെ മറയ്ക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അപ്പൊ അവിടെ ബ്രെയിൻ എന്നൊക്കെ ഉള്ള ഇപ്പം നമ്മൾ പറയും ചിത്തത്തിലെ ഓർമ്മകള് എന്ത് ചെയ്യും, ചിന്തകളായിട്ട് നമ്മൾ ഈ മനസ്സ് രൂപപ്പെടുത്തും എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വൃത്തത്തിലെ ശൂന്യതയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഓരോന്നും മനസ്സ് പലയിടത്തും സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ പറയില്ലേ, നമ്മുടെ മസ്തിഷ്കം പോലും കടം വാങ്ങുന്നുണ്ട് എന്നുവെച്ചാൽ അങ്ങനെ പറയും. കാരണം നമ്മള് എന്തുകൊണ്ട് നമ്മൾ തലച്ചോറിനെ പൂർണ്ണമായിട്ട് ഐൻസ്റ്റീൻ ഇത്ര പോയിന്റ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിന്റെ സ്വാധീനം പ്രബലമായിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഇത് ഈ മനസ്സ് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. മനസ്സിന്റെ സവിശേഷതയാണ് സ്വാധീനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അതെ അതെ അതെ. നാലാമത്തെ ചോദ്യം, നാലാമത്തത് അനിത്യത്തിന് നിത്യത്തെ പറ്റി ചിന്തിച്ചാൽ ഉത്തരം കിട്ടുമോ? അനിത്യത്തിന് ഒരിക്കലും നിത്യത്തെ പറ്റി ചിന്തിച്ചാൽ ഉത്തരം കിട്ടില്ല. കാരണം നിത്യം ഉത്തരങ്ങൾക്ക് അതീതമാണ്. അപ്പൊ അനിത്യത്തിന് ആ ഉത്തരം കിട്ടില്ല. പക്ഷെ നിത്യത്തെ അനുഭവിച്ചറിയാനുള്ള ഒരു സാധനയാണ് മനസ്സിനെ ധ്യാനാത്മകമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ബാലജിയും പിന്നെ സ്വാമിനിയുമൊക്കെ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നല്ലോ. ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ എത്തുമ്പോൾ എല്ലാം മറന്നിട്ട് ആ ഒരു സത്യമായിട്ട് ലയിക്കുന്ന അനുഭവം. അപ്പൊ നിത്യമായത് ആ സത്തയാണ്. അതിന് അനിത്യമായ മനസ്സിന് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഈ സാധനയുടെ ഗുരുകൃപയിലൂടെ നീങ്ങുമ്പോൾ അവിടെ ധ്യാനമന്ദിരത്തിൽ നടന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് സാധനം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഞാൻ അതിന്റെ അറിവിലാണ് അത് ഇങ്ങനെ എഴുതിയത്. അതാണ് നിത്യത്തെ പറ്റി ചോദിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാൻ മനസ്സിൽ ധ്യാനാത്മകമാക്കി. അങ്ങനെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ദേവദാസത്തില് കേട്ടിട്ടുണ്ട്, ഗുരുദേവൻ എഴുതി, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നീടും നിൽക്കുപോലുള്ള നിരാസ്പന്ദമാകണം. അപ്പോൾ അനിത്യ വസ്തുക്കളെയൊക്കെയാണ് നമ്മൾ തൊട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത് ആദ്യമേ. എന്നിട്ടാണ് നിന്റെ ദൃക്കും ദൃശ്യവും ദൃക്കും ദൃശ്യവും ഒന്നാകുന്ന അവസ്ഥയിൽ നീ ആ പൊരുളിനെ തീർച്ചയായിട്ടും അറിയുന്നതാണ് ഗുരുദേവൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം നിത്യാനിത്യ വസ്തുക്കളിലെ വസ്തുവിചാരം നമ്മൾ ചെയ്യണം. അതാണ് അതിന്റെ പ്രാധാന്യം. അവിടെയാണ് നമ്മൾ ആ ഗുരുജി അവിടെ പറഞ്ഞിരിക്കുന്ന ആ സെന്റൻസിന്റെ പ്രാധാന്യം എന്ന് പറയും. കാരണം നിത്യാനിത്യ വിവേക വിചാരത്തിലൂടെ മാത്രമേ നമുക്കതിനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ അനിത്യ വസ്തുക്കളൊക്കെ നമുക്ക് ആ സത്യത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ആ വിവേക വിചാരം ചെയ്യണം. അതാണ് ആത്മവിചാരത്തിന്റെ പ്രസക്തി. അവിടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹരി ഓം.